ഇവർ കിട്ടിയതിന് ശേഷം നിരന്തരമായിട്ട് ഓരോരോ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞ് ചർച്ചകൾക്കിടയാകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളെ റോഡ്രി. ഇപ്പോൾ അദ്ദേഹം വിനീഷ്യസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അതിന് കമൻ്റായിട്ട് സൂപ്പർ താരം നെയ്മർ ജൂനിയർ എഴുതിയിട്ടുള്ള ഒരു വാക്കാണ് ഇപ്പോൾ വൈറലാകുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് റോഡ്രിക്ക് മറുപടിയായിട്ട്, ഇപ്പോൾ അദ്ദേഹം ഒരു വായാടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് വിനീഷ്യസ് ജൂനിയർ കളത്തിലും പുറത്തും കുറച്ച് നല്ല സ്വഭാവം ഉണ്ടാക്കണം, അതുപോലെ നല്ല പെരുമാറ്റമാകണം, അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ വാലന്റിയർ നഷ്ടമായത് എന്നുള്ള പൊതു ചർച്ച ഓൾറെഡി ഉണ്ട്. അതുമായൊക്കെ ബന്ധപ്പെട്ടാണ് റോഡ്രി വിനീഷ്യസിനെ പറഞ്ഞതും സ്വഭാവത്തെ പറ്റിയിട്ട്. അതുമായി ബന്ധപ്പെട്ടാണ് റോഡ്രിയുടെ ഈ പോസ്റ്റിന് നെയ്മർ ജൂനിയർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അദ്ദേഹം ഒരു വായാടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഏതായാലും വാലന്റിയറുടെ ചർച്ചകൾ അതിൻ്റെ ഗൗരവമേറിയിട്ടുള്ള ചർച്ചകളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം റോഡ്രി ഇപ്പോൾ നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയുന്നത് കൊണ്ടാണ് ആ ചർച്ചകൾ ഇപ്പോഴും അവസാനിക്കാത്തത്. പലരും പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇത് കിട്ടേണ്ടിയിരുന്നില്ല, കിട്ടിയാൽ ആകെ ഇടങ്ങാറായല്ലോ എന്നുള്ള അഭിപ്രായക്കാരൊക്കെ ഉണ്ട്. വിനീഷ്യസിന് കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നവരുണ്ട്. കാരണം നിരന്തരമായിട്ട് ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ലോക ഫുട്ബോൾ രാജാവാണ്, അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി എന്തായാലും അദ്ദേഹത്തിന് ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. എങ്കിലും ശക്തമായിട്ട് തൻ്റെ ഓപ്പോസിറ്റ് മത്സരിച്ച വിനീഷ്യസ് ജൂനിയറിൻ്റെ പേരെടുത്ത് പറയുമ്പോഴൊക്കെ ചില ആളുകൾക്കൊക്കെ ചില ആളുകളൊക്കെ അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടാകാം അല്ലേ. വിനീഷ്യസ് ജൂനിയർ ഒരു 70% തനിക്കാണ് വാലന്റിയർ എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിലാണ് ഈ വാലന്റിയർ അനൗൺസ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ ആ മൊത്തത്തിൽ ആ ചരിത്രം മാറ്റിക്കുറിച്ച് റയൽ മാഡ്രിഡിൻ്റെ നിരയിൽ നിന്നും അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ആരും തന്നെ പാരീസിലേക്ക് ഒരു ചടങ്ങിന് വേണ്ടി പുറപ്പെടുന്നില്ല എന്ന് റിപ്പോർട്ട് വരലും ഈ ഒരു ചടങ്ങ് അവർ ബഹിഷ്കരിച്ചതൊക്കെ ഉണ്ടായത്. പിന്നീട് വാലന്റിയർ റോഡിൽ നേടലും വിനീഷ്യസ് കുറച്ച് ദുഃഖിതനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരലും അങ്ങനെ കുറച്ച് ഭയങ്കര ചർച്ചകൾക്കിടയാക്കിയ ഒരു വാലന്റിയറിൻ്റെ ഒരു പരിപാടിയായി ഇപ്രാവശ്യത്തേത്. ഏതായാലും റോഡ്രി വാലന്റിയർ നേടി. ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗ്രൗണ്ടിൽ അദ്ദേഹം വാലന്റിയറുമായിട്ട് വന്നുകൊണ്ട് കാണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു. ഏതായാലും സിറ്റിയിൽ ഇപ്പോൾ റോഡ്രി കളിക്കുന്നില്ല. പെപ്പ് തന്നെ പറഞ്ഞു ലയണൽ മെസ്സി ഇല്ലാത്ത ബാഴ്സലോണ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഇപ്പോൾ റോഡ്രി ഇല്ലാത്ത സിറ്റി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. സിറ്റി ഇപ്പോൾ കുറച്ചായിട്ട് വലിയൊരു ഫോമിലല്ല, കുറച്ച് തോൽവികളൊക്കെ നിരന്തരമായിട്ട് ഏറ്റുവാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ പെപ്പ് അവരുടെ അദ്ദേഹത്തിൻ്റെ പരിശീലക സ്ഥാനം 2 വർഷത്തെ കൂടി കരാറ് നീട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നെയ്മർ ജൂനിയർ അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഒരു വായാടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത്.